ഓണം എത്തിയിരിക്കുകയാണ്. ഓണ വിപണിയും സജീവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുടുംബശ്രീയുടെ ഓണ വിപണന മേളയിലാണ്. ഇവിടെ ഉപ്പേരി, അതുപോലെ ശർക്കര പുരട്ടി, പായസം പൊളി, അങ്ങനെ എല്ലാ അടിപൊളിയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ മേടിക്കാനും ധാരാളം ആളുകൾ എത്തുന്നത്. ഈ കുടുംബശ്രീയുടെ ഈ പ്രൊഡക്റ്റൊക്കെ എങ്ങനെയുണ്ട്? തിരക്കേടില്ല, നല്ല സാധനമാണ്. അവർ കുടുംബശ്രീക്കാർ ശരിയായിട്ടുണ്ടാക്കി വിൽപ്പനയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് മായമില്ലായിരിക്കും അല്ലേ? മായമൊന്നും ഇല്ലാതെ അവർ കുടുംബശ്രീക്കാരെല്ലാം ഇവിടെ ഒത്തൊരുമയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ്. നല്ലതാണ്. അതാണ് ആളുകൾ പറയുന്നത്. കുടുംബശ്രീയുടെ ഈ ഓണത്തിലെത്തിക്കുന്ന, വിപണിയിലെത്തിക്കുന്നത് മായമില്ല എന്നാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ തന്നെയല്ലേ? അതെ, ഞങ്ങൾ വീട്ടിലെ കഴുകി ഉണക്കി പൊടിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾ, ചിപ്സ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. ബോളി ആയാലും ശർക്കര വരട്ടി, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ പൗഡർ, ചിക്കൻ മസാല, ഫിഷ് മസാല, ഇതെല്ലാം വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുടെ പായസം, പിന്നെ പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. മുളക് പൊടി നമ്മൾ തന്നെയാണോ? അതെ, ഇത് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് മുളക് പൊടിയാണ്. ഇത് ജില്ലാ മിഷനിലെ എംപ്ലോവാണ്. നമ്മുടെ AF പ്രൊഡക്റ്റ് എന്ന പേരിലാണ് ഞാനത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ട് 7-8 വർഷമായി. 8 വർഷം പിന്നിടുമ്പം നമുക്കൊരു വരുമാനമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള പൈസ ലഭിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും അതിനുള്ള വരുമാനമുണ്ട്. നമുക്കതിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളത് നിർത്തിപ്പോകണമല്ലോ. തീർച്ചയായിട്ടും കുടുംബശ്രീ തീർച്ചയായിട്ടും ഒരു സ്ത്രീ മുന്നേറ്റമാണ്. അത് കേവലം ഓണച്ചന്ത മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കണം. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാവുന്നതാണ്. ചേച്ചി, കുടുംബശ്രീയുടെ വിപണിയാണ്, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ളതാണോ? നല്ല ക്വാളിറ്റി ഉള്ള ഇവരുടെ ഒരു സംരംഭം, സ്ത്രീകളുടെ സംരംഭമാകുമ്പോൾ അതൊരു നല്ല ഒരു പ്രസ്ഥാനമാണ്. നടക്കട്ടെ, നല്ലപോലെ നടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. കുടുംബശ്രീയുടെ ഈ യജ്ഞം എല്ലാ രീതിയിലും അവർക്കും സമൂഹത്തിനും പ്രയോജനമാണ്. നല്ല അഭിപ്രായമാണ്. നല്ല സാധനങ്ങളുണ്ട്, എല്ലാം കൊള്ളാവുന്ന സാധനങ്ങളാണ്. ചേച്ചി, നിങ്ങളുടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷരഹിതമാണല്ലേ? ഞങ്ങളുടെ വിഷരഹിതമാണ്. ഞങ്ങൾ സംരംഭകർ JLG രൂപീകരിച്ചുകൊണ്ട് അവരുടെ സംരംഭമുണ്ട്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ കൃഷി ഫാമിൻ്റെ വിപണിയിൽ നിന്ന് എടുത്തുകൂടെ വിൽക്കുന്നുണ്ട്. നമ്മൾ JLG ഇവിടെ ഏതാണ്ട് 150 എണ്ണം നമ്മുടെ CDSൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ സാധനങ്ങളും ഉണ്ട്. അതുകൂടാതെ കൃഷി ഫാമിൽ നിന്നും കുറേ സാധനങ്ങളൂടെ എടുത്താണ് ഇവിടെ വിഷരഹിത പച്ചക്കറികൾ വിൽപ്പനയ്ക്ക് നടത്തുന്നത്. ജില്ലയിൽ ഏതാണ്ട് 100-ലധികം കുടുംബശ്രീയുടെ ഓണച്ചന്തകളാണ്. അതിനെപ്പറ്റി വിശദമായി ഇപ്പോൾ നമ്മളോട് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദില S മാഡം സംസാരിക്കുന്നതായിരിക്കും. കുടുംബശ്രീക്ക് ജില്ലാതല ഓണച്ചന്ത നമ്മുടെ അടൂര് റവന്യൂ ടവറിൻ്റെ ഓപ്പോസിറ്റും, അതുകൂടാതെ എല്ലാ CDSലും 2 ചന്ത വെച്ചിട്ട്, ഓണച്ചന്ത വെച്ചിട്ട് ആൾക്കാർക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സജ്ജീകരിച്ചിരിക്കുന്നു. ജില്ലയിൽ 116 ഓണവിപണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, അതോടൊപ്പം JLGകൾ കൃഷി ചെയ്ത ഏകദേശം നമുക്ക് 2800 JLGകൾ തന്നെ 400-ലധികം ഏക്കർ കൃഷി ഓണക്കാലത്ത് വന്നിട്ടുണ്ട്. അത്രയിടത്തെയും ഉൽപ്പന്നങ്ങൾ അതാത് പഞ്ചായത്തുകളിൽ തന്നെ, അവരുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്തത് അവരുടെ പഞ്ചായത്തിൽ തന്നെ ലഭ്യമാകുന്ന ഒരു പുതുമയും ഇതിനുണ്ട്. അതുപോലെ ഈ വർഷം ഏറ്റവും പ്രധാനം നല്ല രീതിയിൽ പൂക്കൃഷി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ വിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ പ്രാവശ്യം കിലോ 100 രൂപയ്ക്ക് മേളിലാണ് എല്ലാവരും വിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു തലവേദനയും നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. കുടുംബശ്രീയുടെ ഓണച്ചന്തയിൽ പായസം ഉൾപ്പെടെയുണ്ട്. അമ്മേ, പായസം എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? പായസം അടപ്രഥമനുണ്ട്, സേമിയയുണ്ട്. ഈ ആളുകളൊക്കെ വരുന്നവർ എന്താ പറയുന്നത്? അവർ സേമിയ വേണ്ടുന്നവർ സേമിയ കഴിക്കും, അടപ്രഥമം വേണ്ടുന്നവർ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പ്രഥമം കൊണ്ടുവരുന്ന ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് അടപ്രഥമനെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഇന്നും ഉണ്ട്. ഇന്നലെ അരിപ്പായസമായിരുന്നു, ഞാൻ അടപ്രഥമനായിരുന്നു. ഓരോ ദിവസം ഓരോന്ന് ദിവസം ഒന്ന് തന്നെ കൊണ്ടുവന്ന ആർക്കും ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, അച്ചാർ ഐറ്റങ്ങളെല്ലാം ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന സാധനങ്ങൾ. തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ ഓണം, അതായത് കുടുംബശ്രീയുടെ ഈ ഓണച്ചന്തകൾ നമ്മുടെ എല്ലാം വീടുകളിൽ മധുരമാണ് നൽകുന്നത്. അതായത് കുടുംബശ്രീയുടെ ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങൾക്ക് വിഷരഹിതമായ, മായമില്ലാത്ത അവർക്ക് സാധനങ്ങൾ ഇവിടുന്ന് ലഭിക്കും. 2, കുടുംബശ്രീയെ സംബന്ധിച്ചോളം കുടുംബശ്രീയിലെ അംഗങ്ങളായിരിക്കുന്ന വനിതകൾക്ക് ഓണക്കാലത്ത് വലിയൊരു വരുമാന മാർഗം കൂടിയാണ്. ഇതാണ് കുടുംബശ്രീ സ്ത്രീ മുന്നേറ്റത്തിൻ്റെയും വികസനത്തിൻ്റെയും വലിയൊരു മാതൃകയാണ് ലോകത്തിന് മുമ്പ് വെക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.